ഈ ഫിനാൻഷ്യൽ എമർജൻസി ഡിക്ലയർ ചെയ്യേണ്ട ഒരു സാധ്യതയെ പറ്റി ഗവർണർ ചോദിക്കുമ്പോൾ അതെന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചോദിക്കുന്നത്? അദ്ദേഹത്തിന് മുൻപിൽ വേറെ ധാരാളം തെളിവുകളുണ്ട്. ഇവിടെ വലിയ ഫിസ്ക്കൽ ക്രഞ്ചാണ്, ഇവിടുത്തെ ഫിസ്ക്കൽ എഫേർട്ട്, അതായത് ഗവൺമെന്റിന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വളരെ മോശമാണ് എന്നതിന് തെളിവുകളുണ്ട് ഗവർണറുടെ മുൻപിൽ. എന്നിട്ട് ധനമന്ത്രി പത്രക്കാരുടെ മുൻപിൽ പറയുന്നത് കൊണ്ടൊന്നും കാര്യമില്ല. തെളിവുകൾ അത് അല്ലാതെ കിടക്കുകയാണ്, റെഡ് ഹാൻഡ് ആയിട്ട് കിടക്കുകയാണ്. ഉദാഹരണത്തിന് നമ്മൾ 2022-23 അതായത് 23 ഇപ്പൊ അവസാനിക്കുന്നേ ഉള്ളൂ, നമ്മുടെ വിഭവ സമാഹരണത്തെ പറ്റി CAG ഈ അടുത്തിട, അതായത് സെപ്റ്റംബറിൽ പുറത്തുവിട്ട 2023 റിപ്പോർട്ട്, 2023 റിപ്പോർട്ട് ഈ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് പുറത്തുവിട്ടത്. ആ റിപ്പോർട്ടില് റിപ്പോർട്ട് നമ്പർ 2 റവന്യൂ സെക്ടറിനെ പറ്റിയുള്ള റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ എന്താണ് ബഹുമാനപ്പെട്ട CAG എന്താണ് ചൂണ്ടിക്കാണിക്കുന്നത്? 28,258.39 കോടിയുടെ അരിയർ പിരിച്ചെടുക്കാനുണ്ട് എന്നാണ് CAG ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. 28,258.39 കോടിയുടെ അരിയർ. CAG തന്നെ പഠിച്ച് പറയുകയാണ് ഈ അരിയർ എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ 24% വരുമെന്ന്. അപ്പോൾ ഇവിടെ ധനപ്രതിസന്ധി ഇത്ര സീരിയസ് ആയിരിക്കെ ഈ അരിയർ അരിയർ ആകുന്നത് എങ്ങനെയാണ്? യഥാർത്ഥത്തില് വിഭവ സമാഹരണത്തിൽ വരുന്ന പാളിച്ച കൊണ്ടാണ് അരിയറായിട്ട് അത് ഭവിക്കുന്നത്. അപ്പൊ അരിയറായിട്ട് ഭവിക്കുക, വിഭവ സമാഹരണത്തിൽ പാളിച്ച ഉണ്ടാവുക, അത് എപ്പോഴാണെന്ന് ഓർക്കുക. ഇവിടെ ഒരു പല തരത്തിലുള്ള കൊടുമ്പിരി കൊണ്ട കസർത്തുകളാണ്, മിമിക്സ് പരേഡുകളാണ് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളീയം കഴിഞ്ഞു, ഒരാഴ്ച കേരളീയമായിരുന്നു. ഖജനാവ് പോകട്ടെ, സെക്രട്ടേറിയറ്റിലെ ഓരോ സീറ്റും വേക്കന്റ് ആയിരുന്നു. അവരോടൊക്കെ പറഞ്ഞു വന്നിരുന്ന് കാണുക, എന്റെ തിരുമുമ്പാകെ വന്ന് മുട്ടുമണങ്ങി ഇരിക്കുക, എന്നെ നമിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെയൊക്കെ സെക്രട്ടേറിയറ്റിലെ സർവ്വ വകുപ്പുകളെയും, മേധാവികളാകട്ടെ ജീവനക്കാരാകട്ടെ ആരുമാകട്ടെ, അവരെ കേരളീയം വേദിയിലേക്ക് ക്ഷണിച്ചു. ഒരാഴ്ച അങ്ങനെ സെക്രട്ടേറിയറ്റ് അടച്ചിട്ടു. അതായത് സെക്രട്ടേറിയറ്റിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരാണ് കേരളീയം പരിപാടി നടത്തുന്നതിന് വേണ്ടിയുള്ള സ്പോൺസർഷിപ്പ് കളക്ഷനുമായിട്ട് എത്രയോ നേരത്തെ തന്നെ, അപ്പൊ ഒരാഴ്ചയല്ല സെക്രട്ടേറിയറ്റ് അടച്ചിടുന്നത്, സ്പോൺസർഷിപ്പ് കളക്ഷനുമായിട്ട് നടക്കുകയായിരുന്നു. അങ്ങനെ നമുക്കറിയാം അവസാനം ഏറ്റവും കൂടുതൽ സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്തതിന് വേണ്ടി അവാർഡ് വരെ കൊടുത്തു ഒരു മാന്യദേഹത്തിന്. ആ മാന്യദേഹമാണ് കമേഴ്ഷ്യൽ ഇന്റലിജൻസിന്റെ അഥവാ ഈ നികുതി കളക്ഷന്റെ ഒക്കെ തലപ്പത്തിരിക്കുന്ന മാന്യൻ. അപ്പൊ അങ്ങനെ നമുക്കറിയാം സ്പോൺസർഷിപ്പിന് പോകുമ്പോൾ അവർ തലകുനിച്ച് സ്പോൺസർഷിപ്പ് ചോദിക്കുമ്പോഴേക്കും വ്യാപാരികൾക്കും വ്യവസായികൾക്കും ഒക്കെ ചില ഡിമാൻഡ്സ് കാണും. എന്താണ് അവരുടെ ഡിമാൻഡ്? ഞങ്ങളുടെ ഒന്നും നികുതി കർശനമായിട്ട് പിരിക്കാൻ വരരുത്, ഇതൊക്കെ ആയിരിക്കും അവരുടെ ഡിമാൻഡ്. അപ്പൊ ആ ഡിമാൻഡൊക്കെ സമ്മതിച്ചു കൊടുത്ത് ഈ സ്പോൺസർഷിപ്പ് ഒക്കെ കളക്ട് ചെയ്ത് കേരളീയമൊക്കെ നടത്തി സെക്രട്ടേറിയറ്റിനെ വിട്ട് അത് കഴിഞ്ഞ ഉടനെ ഒരാഴ്ച 2 ആഴ്ച കഴിയുന്നതോടുകൂടി നവകേരളം പരിപാടി. അങ്ങനെ വീണ്ടും സെക്രട്ടേറിയറ്റിൽ മന്ത്രിമാരില്ല. മന്ത്രിസഭകളൊക്കെ എവിടെ വെച്ചാ കൂടുന്നത് നമുക്കറിയാം, ഹോട്ടലുകളിൽ വെച്ച്. അങ്ങനെ 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 നടക്കുകയാണ്, ചുറ്റിക്കറങ്ങി കളിക്കുകയാണ്. അപ്പൊ അങ്ങനെ ചുറ്റിക്കറങ്ങി കളിക്കുന്ന ഒരു ഗവൺമെന്റ് എന്ത് ഖജനാവിൽ വരുന്നു, എന്ത് ഖജനാവിൽ വരുന്നില്ല, ആര് നികുതി കൊടുക്കുന്നു, ആരും നികുതി കൊടുക്കുന്നില്ല. അദ്ദേഹം പോയി കാണുന്നതാകട്ടെ സാധാരണക്കാരെയല്ല, കാൾ മാർക്സ് പറഞ്ഞിരിക്കുന്ന ആ സർവ്വലോക തൊഴിലാളികളെ അല്ല കാണുന്നത്, സർവ്വലോക സാധാരണക്കാരെ അല്ല കാണുന്നത്, പൗരപ്രമുഖരെയാണ് കാണുന്നത്. പൗരപ്രമുഖരോടൊക്കെ ഒത്തിരുന്ന്, അതായത് അത് മാത്രമാണോ, വേറൊന്നുകൂടി വലിയ കാര്യമായിട്ട് ചെയ്യുന്നു. അതായത് തനത് ഫണ്ടിൽ നിന്ന് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണെന്ന് നമ്മൾ ഓർക്കണം. കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് സംസ്ഥാന ഗവൺമെന്റിനെ പോലെ അധികാര അവകാശങ്ങളുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. എന്നിട്ട് അവരോടാണ് മാൻഡേറ്റ് ചെയ്യുന്നത്, അവരോടാണ് ആജ്ഞാപിക്കുന്നത്. അവരുടെ അതിർത്തി കടന്നാണ് ചുറ്റുമതിൽ പൊളിച്ച് ഇട്ടുകൊണ്ട് സ്വന്തം വാഹനവും കയറ്റി ചെന്ന്
ഏത് തരത്തിലും, അതായത് ഏത് തരത്തിലും ചുറ്റിക്കറങ്ങി കളിച്ചു നടക്കുകയാണ് കേരളം മുഴുവനും ഒരു ഗവൺമെന്റ്. ഗവേണൻസ് എന്താണെന്ന്, ഗവേണൻസിന്റെ ABC അറിയാവുന്നവര് അംഗീകരിച്ചു കൊടുക്കുന്ന ഒന്നല്ല ഇത്. ഇത് കേന്ദ്ര ഗവൺമെന്റ് കാണുന്നില്ലേ എന്ന് ആർക്കും അത്ഭുതം തോന്നിപ്പോകും. അപ്പോൾ പിന്നെ നമ്മുടെ ഗവർണർ ഒരു ഫിനാൻഷ്യൽ എമർജൻസിയുടെ ആവശ്യമുണ്ട് എന്ന് അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ രണ്ട് കോടതി തന്നെയാണ് 2 പ്രാവശ്യമായിട്ട് ചീഫ് സെക്രട്ടറിയോട് ചോദിക്കുന്നത്. ഇത്ര വലിയ അത് ചീഫ് സെക്രട്ടറി 2 പ്രാവശ്യമാണ് കോടതിയുടെ മുൻപില് എന്താ പറയുക വിനയാന്യുതനായി പറയുന്നത്, ഖജനാവ് അത്ര കണ്ട് എംപ്റ്റി ആണ്, ഒരു തരത്തിലും ഇത്തരം ഡിമാൻഡ്സ്, അതായത് ഏത് ഭാഗത്തു നിന്ന് വരുന്ന KTDFCയുടെ ഭാഗത്തു നിന്നാകട്ടെ KSRTCക്കാരുടെ ഭാഗത്തു നിന്നാകട്ടെ ഇത്തരം ഡിമാൻഡ്സ് കൊടുക്കാൻ പറ്റാത്ത അത്ര എംപ്റ്റി ആയിട്ടിരിക്കുകയാണ് ഖജനാവ് എന്ന് ചീഫ് സെക്രട്ടറി തന്നെയാണ് സത്യസന്ധമായിട്ട് കോടതിയുടെ മുമ്പിൽ പറഞ്ഞത്. അപ്പൊ ആ കോടതിയാണ് ചോദിക്കുന്നത്, ഫിനാൻഷ്യൽ എമർജൻസിയുടെ സമയമായോ, അതിലേക്കാണോ പോകുന്നത് എന്ന് കോടതി തന്നെയാണ് ചോദിക്കുന്നത്. അപ്പൊ കോടതി ഇത് ചോദിച്ചിട്ട് പോലും ഒരു ഗവർണർ ഭരണസിരാ കേന്ദ്രം എന്ന് പറയുന്ന ആ ഗവർണർ ഇത് കണ്ടില്ലെന്നും ഇത് അറിഞ്ഞില്ലെന്നും നടിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം അറിവുള്ള എല്ലാവരുടെ അടുത്തു നിന്നും വിവര സമാഹരണം നടത്തി. അങ്ങനെ വിവര സമാഹരണം നടത്തി അടിവരയിട്ടു, ശരിയായും കേരളത്തിൽ വലിയ തോതിൽ ഫിനാൻഷ്യൽ എമർജൻസി ഉണ്ട് എന്ന്. അങ്ങനെ അടിവര ഇട്ടതിന് ശേഷമാണ് അദ്ദേഹം അങ്ങനെ ഒരു കത്ത് ചീഫ് സെക്രട്ടറിക്ക് കൊടുക്കുന്നത്. ചീഫ് സെക്രട്ടറി അതുമായിട്ട് മുന്നോട്ട് പോകണം. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഒന്നുകിൽ സംസ്ഥാനം ഇപ്പൊ 2000 കോടി കടമെടുത്തു, ഇനിയുള്ള സമയത്തെങ്കിലും വിഭവ സമാഹരണത്തില് ഊന്നൽ കൊടുക്കും. ഈ ചുറ്റിക്കളിയൊക്കെ മാറ്റി നിർത്തി, ചുറ്റുമതിൽ പൊളിക്കലും മാറ്റി നിർത്തി സെക്രട്ടേറിയറ്റിൽ വന്ന് ധനമന്ത്രി ഇരിക്കുകയും ഭരിക്കുകയും ചെയ്യുക, അങ്ങനെയാണ് ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്യാനുള്ള ഒരു പ്രേരണ ഈ ഗവർണറുടെ കത്തിന് ചീഫ് സെക്രട്ടറിയോടുള്ള ആരായലിന് ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണല്ലോ തൊട്ടടുത്ത ദിവസം ഖജനാവ് എംറ്റി എന്ന് പറഞ്ഞിരുന്നതിന്റെ തൊട്ടടുത്ത ദിവസം 1600 കോടി ഖജനാവിലെത്തുന്നു. അതുപോലെ നമുക്കറിയാം CAG തന്നെ ചൂണ്ടിക്കാണിച്ച ആ 28,258 കോടിയുടെ 14 കോടിയിലത് 13,410 കോടിയോ മറ്റെയാണ് അതിൽ GSTയുടെ തന്നെ ഉള്ളത്, GSTയുടെ തന്നെ അരിയർ ഉള്ളത്. അതുപോലെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ തന്നെ 3800 ചില്ലുവാനുമാണ് അരിയർ ഉള്ളത്. അങ്ങനെ പല വകുപ്പുകളുടെ അരിയറാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. CAG തന്നെ പഠിച്ച് CAG തന്നെ ഫിസ്ക്കൽ മാനേജ്മെന്റിലെ എന്താ പറയുക കരുതലില്ലായ്മ, അതായത് ഗവൺമെന്റിന്റെ ഇന്റേണൽ ഓഡിറ്റിംഗ് എങ്ങനെ തെറ്റായി പോകുന്നു, എങ്ങനെ ഒരു കുട്ടിക്കളിയായി മാറുന്നു, തെറ്റായി പോവുകയല്ല കുട്ടിക്കളിയാകുന്നു. സമയത്ത് ഓഡിറ്റിംഗ് നടത്തുന്നില്ല, ഇന്റേണൽ ഓഡിറ്റിംഗ്, അതായത് ഓരോ വകുപ്പും നടത്തേണ്ട ഓഡിറ്റിംഗ് സമയാസമയം നടത്താത്തത് കൊണ്ടാണ് അരിയർ ഇത്ര കുമിഞ്ഞുകൂടാൻ കാരണം. അത് കൂടാതെ ഒരേ തന്നെ പെൻഷൻ പലരും വാങ്ങിക്കുന്ന കാര്യം, മരിച്ചവർ വീണ്ടും വീണ്ടും വർഷങ്ങളോളം പെൻഷൻ വാങ്ങിക്കുന്ന കാര്യം, ഇതൊക്കെയാണ് CAG ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം. അത് കഴിഞ്ഞ് നമ്മളിപ്പോ ഗവൺമെന്റിന്റെ ഓരോ മേഖലയിലേക്ക് പോവുക. 14,000 കോടിയിലധികം കാരുണ്യ ലോട്ടറി വഴി ഈ വർഷം കിട്ടിയതാണ്. പക്ഷേ കാരുണ്യ ബെനവളന്റ് സ്കീമിൽ നിന്ന് ഇൻഷുറൻസ് സ്കീമിൽ നിന്ന് ആശുപത്രികൾ മാറുകയാണ്. കാരണം സർക്കാരിന് വേണ്ടി ഈ ഇൻഷുറൻസ് കെയർ ഓഫില് ചികിത്സ 5 പ്രധാനപ്പെട്ട രോഗങ്ങൾക്കാണ് ഏറ്റവും വില കൂടിയ ചെലവ് കൂടിയ ചികിത്സയാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അത്തരം ശസ്ത്രക്രിയ ചികിത്സ ഇതിനൊക്കെയായി വരുന്ന രോഗികളെ പരിചരിച്ചിട്ട് അവർക്ക് ആ പണം തിരിച്ച് റീഫണ്ട് ചെയ്ത് കിട്ടുന്നില്ല ഇൻഷുറൻസ് തുക. അതായത് എന്ന് വെച്ചാല് ലോട്ടറി ഈ പറയപ്പെട്ട കാരുണ്യ ലോട്ടറി വഴി കളക്ട് ചെയ്ത പണവും വേറെ വകുപ്പ് തിരിച്ചു പോയി എന്നർത്ഥം. ഏത് പണം അതിപ്പോ നമുക്കറിയാം, സാമൂഹ്യ സുരക്ഷാ പെൻഷന് എന്ന് പറഞ്ഞാണ് 2 രൂപ വീതം പെട്രോളിനും ഡീസലിനും സെസ് ഏർപ്പെടുത്തിയത് ഈ കഴിഞ്ഞ ബജറ്റില്. പക്ഷെ എവിടെ പോകുന്നു ആ ഫണ്ട്? ഇപ്പോ
ഒരു ഗഡു 5 ഗഡു ഉണ്ടായിരുന്നപ്പോൾ 1 ഗഡു കൊടുത്തു നവകേരള സദസ്സിന് പോകുന്നതിന് മുൻപ്. ഇനിയുള്ള 4 ഗഡു ഇപ്പോൾ തന്നെ അരിയറായിട്ട് കിടക്കുകയാണ്. അങ്ങനെ ഇപ്പൊ ഇതാ ക്രിസ്മസ് വരുന്നു. ക്രിസ്മസ് വരുമ്പോഴേക്കും സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിൽ ഒന്നും തന്നെ ലഭ്യമല്ല. അതുപോലെ തന്നെ റേഷൻ കട പോലും പൂട്ടിയിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. കാരണം റേഷൻ ഡീലേഴ്സിന് കൊടുക്കാനുണ്ടായിരുന്ന തുകയൊന്നും 100 കോടിയോളം രൂപ അവർക്ക് കൊടുക്കുന്നില്ല. അവരുടെ വണ്ടി ഈ സാധനങ്ങൾ ഡോർ ടു ഡോർ എത്തിക്കേണ്ട, അതായത് ഓരോ റേഷൻ ഷോപ്പുകളിലും എത്തിക്കേണ്ട ഉൽപ്പന്നങ്ങൾ അവിടെ എത്തിക്കാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, റേഷൻ സാധനങ്ങളുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്ന കരാർ വാഹനങ്ങൾക്കൊക്കെയാണ് 100 കോടിയോളം രൂപ കടം വന്നിരിക്കുന്നു. അതുപോലെ നമുക്കറിയാം കരാറുകാർക്ക് 16,000 കോടി കടം വന്നിരിക്കുന്നു. 24,000 കോടിയാണ് കോളേജ് സർക്കാർ ജീവനക്കാർക്കും കോളേജ് അധ്യാപകർക്കും ഒക്കെയും കൂടി അരിയറും കുടിശ്ശികയുമായി കൊടുക്കാനുള്ളത്. അതിനേക്കാളൊക്കെ സങ്കടകരമാണല്ലോ 77,000 പേര് അവരുടെ ശമ്പള കുടിശ്ശികയല്ല, പെൻഷന്റെ DA കുടിശ്ശിക കിട്ടാതെ മരിച്ചത് 77,000 പേരിലധികമാണ് എന്ന് ഏതാനും മാസം മുൻപാണ് റിപ്പോർട്ട് വന്നത്. അവിടെയും തീരുന്നില്ല. PRS പാഡി റെസീറ്റ് ഷീറ്റാണ് കർഷകന് കിട്ടുന്നത്. നെല്ല് ഉൽപ്പാദിപ്പിച്ച് അളക്കുന്നവന് കിട്ടുന്നത് വെറും ഒരു കടപ്പത്രമാണ്. അതായത് ബാങ്കിൽ കൊടുത്ത് വായ്പ വാങ്ങാവുന്ന ഒരു കടപ്പത്രം മാത്രമാണ് അവന് കിട്ടുന്നത്. ആ കടപ്പത്രം കുരുക്കാക്കി ആത്മഹത്യ ചെയ്ത കർഷകരെ പോലും നമ്മൾ ഈ അടുത്ത കാണാറായി. തകഴിയിലെ പ്രസാദ് അങ്ങനെ മരിച്ച ഒരു കർഷകനാണ്. അങ്ങനെ നോക്കുമ്പോൾ അതായത് മെഡിക്കൽ കോളേജില് 130ഓളം ശസ്ത്രക്രിയ മാറ്റിവെച്ചു എന്ന് പറഞ്ഞിട്ട് 2 മാസമായി. എന്ന് വെച്ചാൽ അതിനുശേഷം എന്തുമാത്രം, കാരണം അതിനുശേഷം ഈ പറയപ്പെട്ട ധനപ്രതിസന്ധി കൂടിയിട്ടേ ഉള്ളൂ. അപ്പോ 2-3 മാസമായി എമർജൻസി ആയിട്ട് ചെയ്യേണ്ട ഓപ്പറേഷൻസോ ഒന്നും തന്നെ, ശസ്ത്രക്രിയകളോ ഒന്നും നടക്കുന്നില്ല. പീഡിയാട്രിക് വിഭാഗം പോലും ഇല്ല. ഇനിയിപ്പോ മെഡിക്കൽ കോളേജിലും താലൂക്ക് ഹോസ്പിറ്റലിലും ഒക്കെ കൊടുക്കുന്ന ബ്രെഡും പാലും പോലും നിർത്താൻ പോകുന്നു. അതുപോലെ ഉച്ചക്കഞ്ഞി, സ്കൂൾ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഉച്ചക്കഞ്ഞി നിർത്താൻ പോകുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ പിന്നെ ആർക്കാണ് ആവലാതിയും വേവലാതിയും തോന്നാതിരിക്കുക? അവനവൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചത്, അതായത് ശമ്പളമായി അതിന്റെ പെൻഷനായി ഒക്കെ കിട്ടുന്ന എമൗണ്ട് ആണ്. ബാങ്കിന്റെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഖജനാവിൽ കിടന്നാൽ സംസ്ഥാന ഗവൺമെന്റിന് അത്ര കണ്ട് പ്രയോജനം ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ച് അവിടുത്തെ ഖജനാവിൽ ഇട്ടവർ വിളിച്ചു ചോദിക്കുകയാണ്, ഇപ്പോ ഞങ്ങളുടെ ട്രഷറിയിൽ ഇട്ടിരിക്കുന്ന പൈസ നഷ്ടപ്പെടുവോ എന്ന് വിളിച്ചു ചോദിക്കുകയാണ് നമ്മളോടൊക്കെ. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്. അതായത് കൃത്യമായിട്ടും ഒരു ഫിനാൻഷ്യൽ എമർജൻസി എപ്പോഴേ ഡിക്ലയർ ചെയ്യേണ്ടതായിരുന്നു എന്ന് നമുക്ക് സംശയം തോന്നത്തക്ക ഒരു രീതിയിലുള്ള സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. ഈ ഗവൺമെന്റ് തിരിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് വന്ന് ഭരണചക്രം കൃത്യമായി ചലിപ്പിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു ഫിനാൻഷ്യൽ എമർജൻസി താമസിയാതെ വരണം എന്ന് തന്നെയാണ് പൊതുജനം ആഗ്രഹിക്കുന്നത് എന്നേ എനിക്ക് പറയാനുള്ളൂ ഇവിടെ.